നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ കെഎസ്ആർടിസി കണ്ടക്ടർക്കെതിരെ ആരോപണവുമായി ഡ്രൈവർ യദു രംഗത്തെത്തിയിരിക്കുകയാണ്. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയപ്പോൾ സീറ്റ് നൽകിയത് കണ്ടക്ടർ സുബിനാണ്. കണ്ടക്ടർ ഇരുന്നത് മുൻ സീറ്റിലായിരുന്നു എന്നും പക്ഷേ പോലീസിനോട് കള്ളം പറഞ്ഞു എന്നും ഇയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും യദു മാധ്യമങ്ങളോട് തുറന്നടിച്ചു. കോടതിയിൽ ഹർജി നൽകിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യദു. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറെ സംശയമുണ്ടെന്നും യദു തുറന്നടിച്ചിട്ടുണ്ട്. കണ്ടക്ടർ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്, അവൻ മുന്നിലാണ് ഇരുന്നത്. MLA ബസ്സിൽ കയറിയപ്പോൾ സഖാവ് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് ബാക്കിലാണ് ഇരുന്നത് എന്ന് കള്ളം പറയുകയുണ്ടായി. കണ്ടക്ടർ പാർട്ടിക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇടപെടൽ സംശയിക്കുന്നു. അവന് പാർട്ടി ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നും കരുതുന്നതായും യദു കൂട്ടിച്ചേർത്തു. നടി റോഷ്ന ആൻഡ് റോയിയുടെ ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നും നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തന്റെ ഓർമ്മയിലില്ല എന്നും അന്നേ ദിവസം വഴിക്കടവ് റൂട്ടിലായിരുന്നോ ജോലി ചെയ്തിരുന്നത് എന്നും KSRTCയുടെ ഷെഡ്യൂൾ നോക്കണമെന്നും അയാൾ പറഞ്ഞു. 2 വർഷമായി ജോലി ചെയ്യുന്ന തനിക്കെതിരെ ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല എന്നും യദു കൂട്ടിച്ചേർത്തു. മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, മറ്റ് 3 പേരടക്കം 5 പേർക്കെതിരെയാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ യദു ഹർജി നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഈ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തെ തുടർന്ന് നിലവിൽ ഏതായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് കാണാതായതിൽ കണ്ടക്ടറിനെ സംശയിക്കുന്നുണ്ടെന്ന ഡ്രൈവർ യദു പറയുമ്പോഴും ഗണേഷ് കുമാർ, അതായത് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഇത് അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. തമ്പാനൂർ പോലീസ് സംഘമായിരിക്കും ഈ കാര്യം അന്വേഷിക്കുക. ആരാണ് ഇത് എടുത്തു മാറ്റിയത്? തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് തന്നെയാണ് ഈ മെമ്മറി കാർഡ് കാണാതായി പോയത് എന്നൊരു നിരൂപണമൊക്കെ തന്നെ വന്നിരുന്നു. അതിന് പിന്നിൽ കണ്ടക്ടർ ആണോ എന്നൊരു സംശയം ഇപ്പോൾ ഡ്രൈവർ മുന്നോട്ട് വെക്കുകയാണ്. കാരണം അയാൾ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്, സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ സച്ചിൻ ദേവ് MLA കണ്ടപ്പോൾ സഖാവെ കയറിയിരിക്കൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൃത്യമായി അയാൾക്ക് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ഈ കണ്ടക്ടറിന്റെ ഒരു മൊഴി എന്ന് പറയാൻ 2 കൂട്ടരും കുറ്റപ്പെടുത്താതെയുള്ള ഒരു മൊഴിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് മേയർക്കെതിരെ ഇപ്പോൾ ഡ്രൈവർ ഹർജി ചൂണ്ടിക്കാണിക്കുന്നത്. ബസ്സിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് MLAക്കെതിരായ പരാതി. കോടതി മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുത്തിട്ടില്ല. മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തത്. കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യദു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നത്. ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് കണ്ടാൽ അറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് പരാതി. കേരള പോലീസ്, KSRTC MD അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കത്തിൽ ബസ് കണ്ടക്ടർ സുബിന്റെ മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിൻസീറ്റിലായിരുന്നതിനാൽ കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും കണ്ടില്ല എന്നാണ് സുബിൻ മൊഴി നൽകിയത്. ഡ്രൈവർ ഏതോ ലൈംഗിക ആംഗ്യം കാണിച്ചോ എന്നും കാറിനെ ബസ് മറികടന്നോ എന്നും അറിയില്ല. ബഹളമുണ്ടാക്കിയപ്പോൾ മാത്രമാണ് താൻ അറിഞ്ഞത് എന്നുമാണ് സുബിൻ നൽകിയിരിക്കുന്ന മൊഴി.